ശേഷം വാതിലടച്ച് കുറ്റിയിട്ട് പിറകിലേക്ക് തിരിഞ്ഞതും അവൻ്റെ വിരിഞ്ഞ മാറിൽ തട്ടി അവൾ തെറിച്ചു വാതിലിൽ തന്നെ തൊട്ടു നിന്നു. ഹലോ പ്രിയമുള്ളവരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മാലയോഗത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞുങ്ങളെ താലോലിക്കാനും തലോടാനും അവരെ തന്നിലേക്ക് അടുപ്പിക്കാനും ഉണ്ണിമായ്ക്ക് പ്രത്യേകമായൊരു കഴിവുണ്ട്. എന്താ അതിൻ്റെ രഹസ്യം? ടിനുമോളെ എടുത്തുയർത്തി വയറിൽ മൂക്കുരുസി ചിരിപ്പിക്കുന്നവളോടായി വിഘ്നേഷ് തിരക്കി. അത് കേട്ടവളുടെ മുഖം മന്ദഹസിക്കുന്നത് അവൻ കണ്ടുനിന്നു. അടുക്കളയിൽ പതിവ് പോലെ അമ്മച്ചിയും ടോണിയും പാചകത്തിൽ തകർക്കുകയാണ്. വിഘ്നേഷും ഉണ്ണിമായയും അവർക്കൊപ്പം കൂടി. വിഘ്നേഷിന് അത്യാവശ്യം വേണ്ട പാചകമൊക്കെ അറിയാം. ടിനുമോളും അപ്പച്ചനും ഇടയ്ക്കിടെ വന്ന് എത്തി നോക്കുന്നുണ്ട്. ഉണ്ണിമായ ചിരവെടുത്തു തറയിൽ വെച്ച് ഒരു പാത്രം മുമ്പിൽ വെച്ച് ചിരകാൻ തുടങ്ങി. സാരിക്കിടയിലൂടെ കാണുന്ന അവളുടെ വയറിൽ തോണ്ടി കുസൃതി കാണിക്കാൻ ഉള്ളി തൊലിക്ക എന്ന വ്യാജേന വിഘ്നേഷും വെറും തറയിലിരുന്നു. അവൻ്റെ വിരലുകൾ ഇക്കിളി കൂട്ടുമ്പോൾ അവൾ ചാടിത്തുള്ളുന്നത് കാണാൻ അവന് രസമായി. അല്ലെങ്കിലും പിടിവിട്ടിരിക്കുകയാണ് അവന്. അവൻ്റെ കൈ വെറുതെ ഒന്ന് ഉയരുമ്പോഴേക്കും ഉണ്ണിമായ ഞെട്ടിപ്പിടയാൻ തുടങ്ങും. അത് കണ്ട് വിഘ്നേഷിന് പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചു. ടിനുമോൾ വന്ന് കൈ നീട്ടിയതും ചിരകിയ തേങ്ങ കുറച്ചെടുത്ത് ഉണ്ണിമായ ആ കുഞ്ഞു വായിൽ വെച്ചു കൊടുത്തു. അത് കണ്ട് വിഘ്നേഷും വാ തുറന്ന് അവൾക്കടുത്തേക്ക് എത്തി വന്നു. അവൾ മിഴികൾ ഉയർത്തി നോക്കി. ടോണി ചിക്കൻ വറുക്കുന്നുണ്ട്, അമ്മച്ചി കുക്കറെടുത്ത് കഴുകുന്നുണ്ട്. അവരുടെ ശ്രദ്ധ എത്തില്ലെന്ന ഉറപ്പ് തോന്നിയ നിമിഷം ഉണ്ണിമായ അവൻ്റെ വായിൽ തേങ്ങ ചിരകിയത് കൊടുത്തു. എവിടെ? ടോണി ഇതെല്ലാം കണ്ട് ഉള്ളിൽ ചിരിക്കുന്നുണ്ട്. അവൻ്റെ പിറകിലുമുണ്ട് കണ്ണ്. അവൻ്റെ ആ ഒളിനോട്ടം വിഘ്നേഷും കണ്ടിരുന്നു. എടാ ടോണിക്കുട്ട, നിനക്കൊരു പെണ്ണ് കെട്ടിക്കൂടെ? എന്നാ അടുക്കളയിൽ കിടന്നിങ്ങനെ മറിയണ്ടല്ലോ, വിഘ്നേഷ് വളരെ സ്വാഭാവികതയോടെ ചോദിച്ചു. ധൃതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ടോണി ഒന്ന് നിശ്ചലനായി. അവൻ വിഘ്നേഷിനെ നോക്കി പല്ല് ഞെരിച്ചു. വിചാരിച്ച പോലെ അവൻ്റെ മമ്മി അതിൽ കയറി പൊട്ടി തുടങ്ങി. ഇപ്പോൾ ഞാൻ എന്താ അവനോട് പറയാന്നറിയോ വിക്കി? നിന്റെ കൂട്ടുകാരെയും കൊണ്ട് ഈ വീട്ടിൽ കയറി വന്നാൽ അവർക്ക് വെച്ച് വിളമ്പാൻ എന്നെ കിട്ടില്ല. വേണേൽ തന്നെത്താൻ ഉണ്ടാക്കിക്കൊള്ളാൻ. പെണ്ണ് കെട്ടാൻ പറഞ്ഞാൽ കേൾക്കാത്തവനോട് പിന്നെ ഞാൻ എന്തോ പറയും? അവർ തോളിലിട്ട തോർത്തിൽ മുഖം വലിച്ചു തുടച്ചു. ചിരകിയെടുത്ത തേങ്ങ വായിലിട്ട് ആ അമ്മച്ചി പറഞ്ഞത് അന്തം വിട്ട് വാ തുറന്ന് കേട്ട് നോക്കുകയാണ് വിഘ്നേഷ്. അയ്യോ, മോനെ കൂട്ടത്തിൽ പെടില്ല. ഇഷ്ടമില്ലെങ്കിൽ അമ്മച്ചി ഇതൊക്കെ ഉണ്ടാക്കുമോ? അവർ തഞ്ചത്തിൽ അവനെ പറഞ്ഞു ഒതുക്കി. അത്തായം കേമമായിട്ട് തന്നെ ഒരുക്കി. കഴിപ്പ് കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റു. ഉണ്ണിമായി അമ്മച്ചിയും കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങളെടുത്ത് അടുക്കളയിലേക്ക് പോയി. പുരുഷ കേസരികൾ കൈ കഴുകി അവിടെ നിന്ന് മുങ്ങി. ക്ലീനിങ് അവർക്കൊക്കാത്ത ജോലിയാണ്. വീടിന് പിറകെയുള്ള ചെരിഞ്ഞ പ്രദേശത്ത് നിർമ്മിച്ച മുള ബെഞ്ചിൽ വിഘ്നേഷ് വന്നിരുന്നു. മുളയിൽ തൂക്കിയിട്ട ലൈറ്റ് അങ്ങോട്ടേക്കുള്ള വെട്ടം പകർന്നു. വിഘ്നേഷ് സുബ്ബലക്ഷ്മിയെ വിളിച്ചു വിശേഷങ്ങൾ പങ്കുവെച്ചു. ഒരു റമ്മ് കുപ്പി തൂക്കി പിടിച്ച് ടോണി അവിടേക്ക് എത്തി. എടാ, നിർത്താനായില്ലടാ നിനക്കിതൊക്കെ. വിഘ്നേഷിന് അവനോട് വല്ലാത്ത അമർഷം തോന്നി. ഇപ്പോൾ സ്ഥിരമായിട്ടൊന്നുമില്ല, വല്ലപ്പോഴും. ടോണി മെനക്കെട്ട് റംബോട്ടിലിൻ്റെ അടപ്പ് തുറക്കുകയാണ്. നിന്റെ മമ്മിയെ വിചാരിച്ചിട്ടല്ല, നിന്നെ വിചാരിച്ചിട്ടുമല്ല. പാവം ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും നിനക്കൊരു വിവാഹം കഴിച്ചുകൂടെ? പുതിയൊരു ജീവിതം തുടങ്ങിക്കൂടെ? ഒരമ്മയില്ലാതെ അതൊരു പെൺകുഞ്ഞ് എങ്ങനെ വളരുമെടാ? നീ സ്വാർത്ഥനാകരുത്. നിന്നെ മനസ്സിലാക്കാതെ പറയുകയല്ല. എൻ്റെ മനസ്സും അതിൻ്റെ വലിപ്പവും നീ അവളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്നും എല്ലാം എനിക്കറിയാം. ചിലതൊക്കെ നമ്മൾ മറന്നേ പറ്റൂ. നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. ദൂരങ്ങളിലേക്ക് നോക്കി വിഘ്നേഷ് ആരോടെന്നില്ലാതെ എന്തിനെന്നില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നു. നീ എന്താടാ പട്ടരെ, മുമ്പ് നിന്നെ ഉപദേശിച്ചു വിട്ടതിന് പകരം വീട്ടുകയാണോ? അങ്ങനെ എങ്ങാണ്ടോ ഒരുത്തിയെ മിന്നു കെട്ടിക്കൊണ്ടു വന്നിട്ട് അവളെൻ്റെ കൊച്ചിനെ നോക്കുമെന്ന് നിനക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? ഇപ്പോൾ എനിക്ക് സമാധാനമുണ്ട്. ടോണി ആ മുളബെഞ്ചിലേക്ക് ചാരിയിരുന്നു. കൈ തണ്ട കൊണ്ട് സപ്പോർട്ട് കൊടുത്തു. ഇപ്പോൾ നിനക്ക് സമാധാനമുണ്ട് ടോണി. മോൾ വളർന്നു കഴിഞ്ഞാൽ അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു പെൺകുഞ്ഞിന് അവളുടെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിന്റെ ഭാര്യ, അവളുടെ ആത്മാവ്
ഇത് കാണുന്നുണ്ടെങ്കിൽ നീ ആ പൈതലിനോട് കാണിക്കുന്ന ക്രൂരത അവൾ ക്ഷമിക്കില്ല. വിഘ്നേഷിൻ്റെ കണ്ഠമിടറി. അവൻ്റെ സ്വരവും ശ്വാസഗതിയും മുൻപൊന്നുമില്ലാത്ത പോലെ മാറിപ്പോയിരുന്നു. അച്ചായൻ്റെ ആ വാക്സാമർഥ്യവും ശൗര്യവും ഒരു നിമിഷം നിന്നുപോയി. ഉത്തരമില്ലാതെ അവൻ തല കുമ്പിട്ടിരിക്കെ കയ്യിൽ പിടിച്ച റം ബോട്ടിൽ താഴെ വീണു പൊട്ടിയിരുന്നു. ചില്ല് പൊട്ടുന്ന ശബ്ദം കേട്ടിട്ടും അവന് അനക്കമുണ്ടായിരുന്നില്ല. ഒരു നിമിഷം വിഘ്നേഷും അവൻ്റെ ആ ഇരിപ്പിൽ അമ്പരന്നു പോയി. ഈ ചായനെ നെഞ്ചോട് ചേർത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുവളെ കണ്ടെത്താൻ കഴിയട്ടെ. ആ ഒരുവളെയും നമ്മുടെ കുറുമ്പിപ്പെണ്ണിനെയും കൂട്ടി നീ എൻ്റെ കൊട്ടാരത്തിലേക്ക് വരണം. അവിടെ നിന്നെയും നിൻ്റെ കുടുംബത്തെയും കാത്ത് ഞാനും എൻ്റെ പെണ്ണും എൻ്റെ പൊന്നമ്മയും ഉണ്ടാകും. ചുമലിൽ ഒന്ന് തട്ടി വിഘ്നേഷ് എഴുന്നേറ്റു. ആ ചെരിവ് കയറി മുറ്റത്തെത്തി അവൻ തിരിഞ്ഞു നോക്കുമ്പോഴും ഉള്ളുലഞ്ഞിരക്കുന്ന ടോണിയെ അവിടെ കാണാമായിരുന്നു. കാറിൽ നിന്നിറങ്ങി വിഘ്നേഷ് ഉണ്ണിമായുടെ കൈ കോർത്ത് പിടിച്ചു ആ പടികൾ കയറി. അന്തരീക്ഷത്തിന് നല്ല തണുപ്പായിരുന്നു. നട്ടുച്ചയ്ക്ക് അവിടെ ദേഹം കൊച്ചുന്ന തണുപ്പാണ്. മുറിയുടെ വാതിൽ തുറന്ന് ഇരുവരും അകത്തേക്ക് പ്രവേശിച്ചതും വിഘ്നേഷ് ബെഡിൽ പോയിരുന്നു. ആ വാതിലും ജനലും അടച്ചോ, ഇല്ലെങ്കിൽ തണുത്ത് വിറച്ചു ഞാനും നീയും രാവിലെ ആകുമ്പോഴേക്കും ഫ്രീസാകും. ആ ഇരിപ്പിൽ തന്നെ അവൻ നൽകുന്ന നിർദ്ദേശങ്ങൾ കേട്ട് ഉണ്ണിമായ കഴുത്തിലെ സാരിപ്പിൻ അയക്കുന്നതിനിടെ 2 ജനലുകളും അടച്ചു. ശേഷം വാതിലടച്ചു കുറ്റിയിട്ട് പിറകിലേക്ക് തിരിഞ്ഞതും അവൻ്റെ വിരിഞ്ഞ മാറിൽ തട്ടി അവൾ തെറിച്ചു വാതിലിൽ തന്നെ തൊട്ടു നിന്നു. മിഴിയുയർത്തി അവൻ്റെ നോട്ടത്തെ എതിരിടാൻ ഫലമില്ലാത്ത പോലെ അവൾക്ക് തോന്നി. അവളുടെ ഇരുതോളിലും കൈവച്ചു. ഫലമായി തന്നെ അവൻ അവളിലേക്ക് ചേർത്തു നിർത്തി. അവളുടെ മാറിടങ്ങൾ ആ നെഞ്ചിലേക്ക് അമർന്നു ചേർന്നു. ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ ബ്ലൗസിൻ്റെ പിറകിലൂടെ അവൻ ചിത്രങ്ങൾ വരച്ചു. ഉണ്ണിമായുടെ ഇരുകരങ്ങൾ അവനെ വാരിപ്പുണർന്നു. പൊടുന്നനെയുള്ള അവളുടെ ആ പ്രതികരണത്തിൽ അവനൊന്ന് ഞെട്ടിപ്പോയി. ആ ശരീരത്തിൻ്റെ ചൂടറിഞ്ഞതും അവനൊന്ന് ഉരുകിറച്ചുപോയി. അവളുടെ മൃദുലമായ മുഖം അവൻ്റെ മുഖത്തുരസിക്കൊണ്ടവൾ അവനിലെ രോമങ്ങളെ പ്രസരിപ്പിച്ചു. വിറക്കുന്ന ദേഹത്തെ വരുതിയിലാക്കി ഭ്രാന്ത് പിടിച്ച പോലെ അവൻ്റെ ദേഹത്തിൽ ഇഴയുന്നവളെ വിഘ്നേഷ് പതിയെ അടർത്തി മാറ്റി. വശ്യമായ നോട്ടം തുരുത്തുകൊണ്ടവൾ അവൻ്റെ മുടിയിൽ തലോടി. മിഴിനീരാൽ ആ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ഉണ്ണിമായ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി അയച്ചു ആ ഉയർന്ന നെഞ്ചിലെ രോമങ്ങളെ തലോടി. ഷർട്ട് ഇരുതോളിലൂടെ അയച്ചുകൊണ്ടവൾ അവൻ്റെ അധരങ്ങൾ നുണയാൻ തുടങ്ങി. പതിയെ പതിയെ പിന്നീട് അത്രമേൽ ഗാഢമായൊരു ചുംബനമായി അത് മാറി. അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ ചുറ്റി അവളെ അവനിലേക്ക് കൂടുതൽ ചേർത്തു. ആ ചുംബനം അവരെ 2 പേരെയും മറ്റേതോ ലോകത്തെത്തിച്ചു. ചുറ്റുമുള്ളതൊന്നും അവരറിഞ്ഞില്ല. ശ്വാസനിശ്വാസങ്ങൾ ഒന്നായി ഇണചേരാൻ ദാഹിക്കുന്ന ഉടലുകളായി ഇരുവരും മാറി. അവന് മുകളിലായി ആധിപത്യത്തോടെ ആ ബെഡിലേക്ക് ചായുമ്പോഴും ഇരു അധരങ്ങളും പിരിഞ്ഞില്ല. അവളുടെ പൊങ്ങിയ മാറിടങ്ങളിൽ അവൻ മുഖമൊളിപ്പിച്ചു. അവിടം ചുംബിച്ചു. രസന കൊണ്ട് ഞെട്ടിലൊന്നൊഴിഞ്ഞു. കിതപ്പോടെ അവളൊന്ന് പിടച്ചു. മാർദ്ദവമുള്ള മേനിയഴകിൽ അവൻ്റെ കരങ്ങൾ തഴുകി ഒഴുകി. അവൻ്റെ സ്പർശം അവളുടെ ദേഹത്തെ ഓരോ അണുവിനെയും ഉണർത്തി. റോസായുധൾ പോലുള്ള അധരങ്ങൾ അവൻ കടിച്ചെടുത്തു. അവൾ ഇറുകി പിടിച്ചു കീഴ്മേൽ മറിഞ്ഞവൻ ഉടനെ അവളുടെ കഴുത്തും മാറും നുണഞ്ഞിരുന്നു. പിടക്കുന്ന മേനിയെ മൂടിയ ആ സാരി വലിച്ചെറിയുമ്പോഴും ഒളികണ്ണാൽ പലവട്ടം കൊതിയോടെ അവൻ നോക്കിയ ആ നാഭിച്ചുഴിയിൽ അവനൊന്ന് ചുംബിച്ചു. ഉണ്ണിമായ ബെഡ്ഷീറ്റിൽ ഇറുകി പിടിച്ചു അഭയം പ്രാപിച്ചു. മിഴികൾ പാതി അടച്ചു. അവൻ്റെ തലമുടിയിൽ മുറുകെ പിടിക്കും നേരവും വിഘ്നേഷ് അദ്ദേഹത്തെ നനച്ചു കുതിർത്തിരുന്നു. അവനിലെ പുരുഷനുണർന്നു. ഉണ്ണിമായി ലയിച്ചു ചേർന്നു തീരും വരെയും സുഖാനുഭൂതിയിൽ അവൾ അവനെ ചുംബിച്ചു മയക്കിയിരുന്നു. ജനൽ വഴി മൂടിയ വെളിച്ചം മുറിയിലേക്ക് എത്തി നോക്കി. രാത്രിയിൽ എപ്പോഴോ പെയ്തു തീർത്ത മഴയുടെ ശേഷിപ്പുകൾ ചെറുതുള്ളികളായി ഇലത്തുമ്പുകളിൽ കാണാം. കിളിക്കൊഞ്ചൽ കാതിൽ വന്നു രസം കൂട്ടിയപ്പോൾ ഉണ്ണിമായ പതിയെ മിഴികൾ തുറന്നു. അവളുടെ മാറിൽ ചൂടേറ്റുറങ്ങുന്ന പൈതൽ പോലൊരുവൻ്റെ മുഖം കണ്ടപ്പോൾ ഉള്ളിലൊരു പരിഭ്രമം നിറഞ്ഞു. എല്ലാ അർത്ഥത്തിലും അവൾ വിഘ്നേഷിൻ്റെ ഭാര്യയായിരിക്കുന്നു. ഈ പ്രഭാതത്തിന് മുൻപുള്ള ഒരു രാത്രി അവൾക്ക് സമ്മാനിച്ച അനുഭൂതികളുടെ ഓർമ്മയിൽ അവളുടെ ചുടികൾ ചുവന്നു. നഗ്നത മൂടിയ പുതപ്പെടുത്തു മാറ്റി എഴുന്നേൽക്കാൻ തുനിഞ്ഞതും ഉറങ്ങുന്നവൻ അവളിലേക്ക് ഒന്നുകൂടെ പടർന്നു പിടിച്ചു. വിടവിക്കേട്ടാ, അടങ്ങിക്കിടക്കെൻ്റെ പെണ്ണേ, അത്രമേൽ ആർദ്രമായി മൊഴിഞ്ഞവൻ.
നിന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് കൊതി തീരുന്നില്ല. അവൻ്റെ ആ വാരിപ്പുണരൽ അവൾക്ക് നൊന്തു. കഴുത്തിൽ മുഖം വെച്ച് ഉരസിയപ്പോൾ അവൾ പൊട്ടിച്ചിരിച്ചു. അവളുടെ ആ ചിരി കേൾക്കെ അവൻ വീണ്ടും ആ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരുന്നു. ഉണ്ണിമായ കിളിയിൽ പിടഞ്ഞു ചിരിച്ചുകൊണ്ടേയിരുന്നു. ആ കവിൾ അവൻ കടിച്ചെടുത്തു. അവൻ്റെ പല്ലുകൾ അവളുടെ കവിളിൽ പതിഞ്ഞപ്പോൾ ആവേശം അവനിൽ നിറഞ്ഞു. അവൻ്റെ കാലുകൾ ആ വയറിന് മുകളിലൂടെ കയറ്റിവെച്ച് അവളെ പിടിച്ചൊതുക്കി. അവളുടെ ഇരു കൈകളും അവൻ്റെ നെഞ്ചുകൊണ്ട് ലോക്ക് ചെയ്തു. ഉണ്ണിമായ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവളിലേക്ക് അമരാൻ തുടങ്ങിയവൻ്റെ കാതിൽ അവളൊരു കടി കൊടുത്തു. അതിനാൽ സിരകളിൽ ഒഴുകി വരുന്ന ആസക്തിയുടെ വേഗത ഒന്നുകൂടി വർദ്ധിച്ചു. അതവൻ്റെ മിഴികളിൽ തെളിഞ്ഞു. രതിയുടെ ഉന്നതിയിൽ നിന്ന് അവളിലേക്ക് തന്നെ കുതിച്ചുയരുന്നവൻ്റെ മുറുകി വലിയുന്ന ഞരമ്പുകൾ മുഖത്തെ ചുവന്നു തുടിപ്പിച്ചു. ഇനിയെങ്കിലും ഒന്ന് വിട്. തളർന്നവനെ തള്ളിയിടാൻ അനായാസം സാധിച്ചു. തറയിൽ വലിച്ചു വീണ് കിടക്കുന്ന സാരി എടുത്ത് പുതച്ചുകൊണ്ടവൾ കുറുമ്പോടെ അവനെ നോക്കി. കുറച്ച് കൂടുന്നുണ്ട് വിക്കിയേട്ടാ. അവൾ വാഷ്റൂമിലേക്ക് പോകാൻ ഒരുങ്ങി. കൂടുമെന്നല്ലാതെ കുറയുമെന്ന് എൻ്റെ ഉണ്ണിപ്പെണ്ണ് വിചാരിക്കണ്ട. കഴിഞ്ഞ 1.5 വർഷമായി എന്നെ ഇട്ട് ചുറ്റിക്കുന്നു. അതിൻ്റെ പലിശയുടെ പലിശയും ചേർത്തിട്ടേ വിഘ്നേഷ് ഒതുങ്ങൂ. പുതപ്പ് കൊണ്ട് തുണി പോലെ ഉടുത്ത് എഴുന്നേറ്റ് നിന്ന് അവൻ പുരികമുയർത്തി. അവളുടെ കൂടെ വാഷ്റൂമിലേക്ക് കയറാനൊരു ശ്രമം നടത്തി. പക്ഷെ പാളിപ്പോയി. അവൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി ഉണ്ണിമായ ധൃതിയിൽ വാഷ്റൂമിലേക്ക് കയറി വാതിലടച്ചു. കിതപ്പോടെ അവൾ ആ വാതിലിൽ ചാരി നിന്നു. എടീ, ഞാൻ കാണാത്ത എന്താ നിനക്കുള്ളത്? വിഘ്നേഷ് വാതിൽ തട്ടിക്കൊണ്ടേയിരുന്നു. തുറക്കാൻ മനസ്സില്ല കാമപിശാശേ എന്നും പറഞ്ഞുകൊണ്ട് അവൾ നാക്ക് കടിച്ചു. എന്താ നീ വിളിച്ചേ? നിന്റെ എല്ല് ഞാനിന്ന് വെള്ളമാക്കുമടി. വിഘ്നേഷ് പുഞ്ചിരിയോടെ കഴിയുഞ്ഞു. കഴിഞ്ഞ രാത്രി അവളിൽ നിന്നും അനുഭവിച്ച രതി സുഖലാളനകൾ ഇന്ന് വരെ അവൾ അറിയാത്തൊരു പുതിയ ലോകം അവൾക്ക് തുറന്നുകൊടുത്തു. വിഘ്നേഷിൻ്റെയും ഉണ്ണിമായുടെയും കുളി കഴിഞ്ഞു. ഇരുവരും വസ്ത്രം മാറി. കോട്ടൺ പാൻറ്റും ടീഷർട്ടും ആയിരുന്നു ഉണ്ണിമായുടെ വേഷം. വിഘ്നേഷ് വാതിൽ പൂട്ടി തീരും വരെ ഉണ്ണിമായ അവനെ കാത്തുനിന്നു. നേരെ പോയതൊരു തട്ടുകടയിലേക്കായിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും കഴിച്ച് അവർ അവിടെ നിന്നും ഇറങ്ങി പൂക്കൾ നിറഞ്ഞൊരു പാർക്കിലേക്ക് പോയി. വെയിലുണ്ട്, പക്ഷേ ചൂടില്ലായിരുന്നു. ബെഞ്ചിൽ അവളുടെ മടിയിൽ തലചായ്ച്ചു അവൻ കിടന്നു. നിങ്ങളുടെ അച്ചായനെ നമ്മുടെ നിമിഷയെക്കൊണ്ട് കെട്ടിക്കൊടുത്താലോ? അവൻ്റെ തലമുടിയിൽ തഴുകി മറ്റെന്തോ ഓർക്കും വിധം ഉണ്ണിമായ പറഞ്ഞു. ഒരു ഞെട്ടലോടെ കണ്ണു മീച്ചു കിടന്നവൻ. ഇനിയൊരു ജീവിതമേ വേണ്ടെന്ന് പറഞ്ഞ് കഴിയാണ് ആ പാവം. നിങ്ങളുടെ അച്ചായൻ സമ്മതിക്കുകയാണെങ്കിൽ അവളെ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഉണ്ണിമായ അവനെ നോക്കി പുഞ്ചിരിച്ചു. എൻ്റെ ഉണ്ണിമായക്ക് ബ്രോക്കർ പണിയൊക്കെ അറിയോ? അവൻ്റെ കളിയാക്കൽ കേട്ട് അവൾ അവനെ ഈർഷ്യയോടെ നോക്കി തല തിരിച്ചു. നീ പിണങ്ങല്ലേ, നമുക്ക് ശരിയാക്കാം. ടോണിയെ ഒന്ന് അടുത്തറിഞ്ഞാൽ ഏത് പെണ്ണും തിരിച്ച് സ്നേഹിച്ചു പോകും. അത്രയ്ക്ക് മിടുക്കനാണവൻ. മനസ്സ് നിറയെ സ്നേഹമാ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എൻ്റെ പ്രിയതമേ. വിഘ്നേഷ് അവളെ പിടിച്ചു വലിച്ച് തോളിൽ കിടത്തി മുതുകിൽ തട്ടി. പാർക്കിൽ നിന്നും അവർ നേരെ പോയത് ബോട്ടിങ്ങിനായിരുന്നു. ബോട്ടിൽ കയറാൻ കാത്തു നിൽക്കുന്നവർക്ക് പിറകിൽ ഇരുവരും നിന്നു. ബോട്ട് അടുത്തേക്ക് വരുന്നത് കണ്ട് ഉണ്ണിമായ പേടിച്ച് വിറച്ചു. അവൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിക്കുമ്പോഴാണ് ആ ഒരുവൻ ഉണ്ണിമായുടെ മുഖം ശ്രദ്ധിച്ചത്. ഉണ്ണിമായ്ക്ക് പേടിയാണോ? അവൾ പതുക്കെ മൂളി. തനിക്ക് നീന്തലറിയില്ലേ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഇത് മറിയുമെന്ന് ഉറപ്പാണോ? അവളുടെ മിഴികൾ വിടർന്നു. മറിഞ്ഞാലും നമുക്കൊന്നും പറ്റില്ല. ലൈഫ് ജാക്കറ്റ് ഇടാം. അവളുടെ കയ്യിൽ അവൻ്റെ കൈ കോർത്തു അവർ മുന്നോട്ട് നടന്നു. അച്ഛനെ അപകടത്തിൽ മരിച്ചതിൽ പിന്നെ വീട്ടിൽ വരുന്ന ഓരോരുത്തർക്കും ഉണ്ടാകും ഇങ്ങനെ ഓരോ ദുരന്തങ്ങൾ പറയാൻ. പിടക്കുന്ന കൺപീലികളിൽ ഇപ്പോൾ നനവുണ്ട്. ഉണ്ണിമായ്ക്കപ്പോൾ ബോട്ടിൽ കയറണ്ടയോ? അവൻ്റെ ഉള്ളിലെ ആശയെ കെടുത്തിയവൻ തിരക്കി. അവൾക്ക് വേണ്ടി എന്തും ഹോമിക്കുന്നവൻ. ഉണ്ണിമായ അവൻ്റെ മിഴികളിലേക്ക് നോക്കി. അവൾ പുഞ്ചിരിയോടെ അവൻ്റെ കരങ്ങൾ പിടിച്ച് ബോട്ടിലേക്ക് കയറിയിരുന്നു. വേഗതയിൽ ഓടുന്ന ബോട്ടിൽ അവനോട് ചേർന്ന് അവളിരുന്നു. തണുത്ത കാറ്റിൽ കുളിർന്ന് ചുണ്ടുകൾ തമ്മിൽ കൂട്ടിയിടിക്കാൻ തുടങ്ങിയിരുന്നു. യാത്ര പറയാനായി ഉണ്ണിമായയും വിഘ്നേഷും ടോണിയുടെ വീട്ടിലേക്ക് തിരിച്ചു. 2 ദിവസമായുള്ള വിശ്രമമില്ലാതെയുള്ള ഡ്രൈവിംഗ് അലച്ചിൽ വിഘ്നേഷിനെ ക്ഷീണിതനാക്കിയിരുന്നു. വീട്ടിൽ പോയി നല്ലോണം ഒന്ന് ഉറങ്ങണം. അവൻ മുടിയൊന്ന് ഒതുക്കി മൂരി നിവർന്നു. ടോണിയുടെ വീട്ടിലേക്കുള്ള വഴി കയറും മുമ്പേ ടോണിയെ കണ്ടു. വിഘ്നേഷ് കാർ നിർത്തി അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താടാ ടോണിക്കുട്ടാ, പിണക്കമാണോ? പിറകെ ഓടിച്ചെന്നവൻ ടോണിയുടെ തോളിൽ സ്പർശിച്ചു. അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോഴാണ് വിഘ്നേഷിനെ കണ്ടത്. എന്താ എൻ്റെ പട്ടരെ അങ്ങനെയൊരു ചോദ്യം? നിന്നോട് ഞാൻ പിണങ്ങേ?
ടോണി വിഘ്നേഷിൻ്റെ തോളിൽ കൈയിട്ടു. ഞാൻ എൻ്റെ കെട്ടിയോളെ കണ്ട് നീ ഇന്നലെ തന്ന ഉപദേശം പറയാൻ പോയി വരുന്ന വഴിയാ. ആഹാ, നല്ല കാര്യം. എന്നാലേ ഞാനും എൻ്റെ പെണ്ണും യാത്ര പറയാൻ ഇറങ്ങിയതാ. നാളെ പുലർച്ചെ ഞങ്ങൾ ഈ സ്വർഗം വിടും. വാ, നമുക്കൊരുമിച്ച് വീട്ടിൽ പോകാം. വിഘ്നേഷിൻ്റെ കലങ്ങിയ കണ്ണുകളും അവൻ്റെ തിടുക്കവും കണ്ട് ആശ്ചര്യത്തോടെ നിൽക്കുകയാണ് ടോണി. പോവേ? ഒരാഴ്ച പോലും നിൽക്കാതെ? എന്തു പറ്റി? താമസം പിടിച്ചില്ലെങ്കിൽ മാറ്റിത്തരാൻ ചക്ക. ടോണി അവൻ്റെ കയ്യിൽ പിടിച്ചു. ചേച്ചേ, അതൊന്നുമല്ല. വീട്ടിൽ അമ്മയും ജോലിക്കാരിയും മാത്രമേ ഉള്ളൂ. വയസ്സായ അമ്മയെ തനിച്ചാക്കി ഭാര്യയും കൂട്ടി ഊരു തണ്ടാൻ പോയ മകനെന്ന പേരുദോഷം എനിക്ക് വേണ്ട. വിഘ്നേശ അവൻ്റെ കൈപ്പുറത്തൊലിയിൽ പതിയെ ഒഴിഞ്ഞു. എടാ, അറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ ഈ മാറ്റത്തിന്, ഈ പുതിയ ജീവിതത്തിന് കാരണക്കാരനായവനാണ് നീ. നീ അന്ന് തന്ന ഉപദേശം കൊണ്ടോ എന്തോ ഞാൻ അവളെ ശ്രദ്ധിച്ചു തുടങ്ങി. ഇപ്പോൾ ഒരുപാടധികം സ്നേഹിച്ചു. ചൊടിയിൽ വിരിഞ്ഞ മന്ദഹാസത്തിൽ ടോണി അവനെ കെട്ടിപ്പിടിച്ചു. നിനക്ക് നല്ലതേ വരൂ വിക്കി. പറയുന്നത് കേൾക്കുന്നില്ലെങ്കിലും കാറിലിരുന്ന് ഉണ്ണിമായ സുഹൃത്തുക്കളുടെ സ്നേഹപ്രകടനങ്ങൾ വീക്ഷിച്ചിരുന്നു. അത് ചോദിക്കാൻ വിട്ടു. എൻ്റെ ഉപദേശം കേട്ടിട്ട് നിന്റെ ഭാര്യ എന്തു പറഞ്ഞു? വിഘ്നേഷ് അവൻ്റെ ഇരു തോളിൽ പിടിച്ചു പ്രതീക്ഷയോടെ ചെവിയോർത്തു. നമ്മുടെ മോളെ സ്നേഹിക്കുന്ന, അവളെ അമ്മയെപ്പോലെ നോക്കുന്ന ഒരു പെൺകുട്ടിയെ സ്വീകരിക്കാൻ പറഞ്ഞു. റോഡരികിൽ നിന്നൊരു പുൽച്ചെടിയില പറിച്ചുകൊണ്ടവൻ പറയുമ്പോൾ നിറഞ്ഞ പുഞ്ചിരിയോടെ വിഘ്നേഷ് കാറിലിരിക്കുന്ന ഉണ്ണിമായയെ നോക്കി. മാസങ്ങൾ കടന്നുപോയി. വിഘ്നേഷിൻ്റെ വീട്ടിലൊരു പന്തലുയർന്നിട്ടുണ്ട്. ഉണ്ണിമായുടെയും വിഘ്നേഷിൻ്റെയും 2ാം വിവാഹ വാർഷികാഘോഷത്തിനുള്ള ഒരുക്കമാണ്. ഭരതനും കവിതയും ഭവ്യമോളും ഇന്നലെ തന്നെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. വീട് മാറിയത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഭവ്യമോള് കരച്ചിലാണ്. ഭരതൻ എടുത്തു നടന്ന് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരികൾ തമ്മിൽ കൂടിയാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണില്ല. സംസാരവും ചിരിയും കഥപറച്ചിലുമായി സമയം കടന്നുപോയി. 2 ബ്യൂട്ടീഷ്യൻ പെൺകുട്ടികൾ വന്ന് ഉണ്ണിമായയെ പുതു പെണ്ണിനെ പോലെ ചമഞ്ഞൊരുക്കി. ഉണ്ണിമായ, പതുക്കെ. ഈ സമയത്ത് ദേഹം നല്ലോണം ശ്രദ്ധിക്കണം. നവവധുവിനെ പോലെ ഒരുങ്ങി എല്ലാവരെയും പുഞ്ചിരിയോടെ നോക്കി ധൃതിയിൽ പടിക്കെട്ടുകൾ ഇറങ്ങുന്ന ഉണ്ണിമായയോടായി സുബ്ബലക്ഷ്മി വിളിച്ചു പറഞ്ഞു. ഉണ്ണിമായയ്ക്കിത് 2ാം മാസം തുടക്കമാണ്. ഗർഭകാല അസുഖങ്ങൾ വേണ്ടുവോളം ഉണ്ട്. 2ാം വിവാഹ വാർഷികം കെങ്കേമമാക്കണമെന്ന ദീർഘനാളായുള്ള വിഘ്നേഷിൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് അണിഞ്ഞൊരുങ്ങിയതാണ്. അളിയോ, ചുമ്മാ നടക്കുകയാണെങ്കിൽ ഇവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുമോ? നിനക്കൊരു പ്രാക്ടീസുമാകും. കരച്ചിൽ നിർത്താതെ അച്ഛൻ്റെ ഒക്കത്തിരിക്കുന്ന ഭവ്യമോളെ കാണിച്ചു ഭരതൻ വിഘ്നേഷിനോട് തിരക്കി. അവൻ കുഞ്ഞിനെ കയ്യിലെടുത്ത് ഉണ്ണിമായ കാണിക്കും പോലെ മൂക്കുകൊണ്ട് വയറിൽ ഉരസി. ഭവ്യമോൾ കുടുകുടാ ചിരിക്കാൻ തുടങ്ങി. ഭരതൻ അതിശയത്തോടെ അവനെ നോക്കി. ഭരതനും വെങ്കിടിയും ചേർന്ന് വിഘ്നേഷിനെ ഒരുക്കി. കയ്യിൽ സമ്മാനപ്പൊതികൾ പിടിച്ചു ആളുകൾ വന്നു തുടങ്ങി. വിഘ്നേഷിൻ്റെ ബാങ്കിലെയും തിയേറ്ററിലെയും ജീവനക്കാർ അലങ്കരിച്ച സ്റ്റേജിൻ്റെ നടുവിൽ നിൽക്കുന്ന ഉണ്ണിമായുടെയും വിഘ്നേഷിൻ്റെയും അടുത്തേക്ക് വന്ന് കൈ കൊടുത്തു. പിന്നെ അങ്ങോട്ട് ആളും ബഹളവും കൊണ്ട് വീട് മാറി. തിരുനെൽവേലിയിൽ നിന്നും ഒരു ബസ് നിറയെ ആളുകൾ വന്നിറങ്ങി. സുബ്ബലക്ഷ്മി എല്ലാവരെയും സ്വീകരിച്ചിരുത്തി. ഭാഗ്യ എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക്സ് വിതരണം ചെയ്തു. വിഘ്നേഷിൻ്റെ തൊട്ടരികിൽ അതിമനോഹരിയായി നിൽക്കുന്നവൾക്ക് ഇടയ്ക്കിടെ ക്ഷീണവും ഛർദിലും വരുന്നുണ്ട്. മുൻപിലേക്ക് നടന്നു വരുന്ന 3 പേരെ കണ്ടതും ഉണ്ണിമായുടെ മിഴികൾ തിളങ്ങി. അവളുടെ ശരീരത്തിന് തോന്നിയ ക്ഷീണമൊക്കെ എങ്ങോ പോയി മറഞ്ഞു. ടിനുമോളെ എടുത്തുകൊണ്ടുവരുന്ന ടോണിക്ക് പിറകിൽ വെള്ള ചുരിദാർ ധരിച്ചുകൊണ്ട് നിമിഷ. അവളുടെ കഴുത്തിൽ ടോണി കെട്ടിയ മിന്ന് എടുത്തു കാണാം. വരൻ്റെ വസ്ത്രമുടുത്തു നിൽക്കുന്ന വിഘ്നേഷിൻ്റെ വയറിലൊന്ന് ഇക്കിളി കൂട്ടി ടോണി അവനെ കെട്ടിപ്പിടിച്ചു. ക്ഷണിച്ചു വന്നവരെല്ലാം സമൃദ്ധമായ സദ്യ കഴിച്ചു മടങ്ങി. പരിപാടികളൊക്കെ ഒന്ന് ഒതുങ്ങിയതും സുബ്ബലക്ഷ്മി വീട്ടുകാരുമായി സൊറ പറഞ്ഞിരുന്നു. വൈകുന്നേരത്തോടെ വിഘ്നേഷും ഉണ്ണിമായെയും ഭരതനെയും കവിതയെയും ഭവ്യമോളെയും കൂട്ടി കടൽ കാണാൻ ഇറങ്ങി. സ്നേഹാദരങ്ങൾ നൽകി ഉയരുന്ന അലകളെ നോക്കി വിസ്മയത്തോടെ കവിത നിന്നു. ഭവ്യമോളെ തോളിലിട്ട് 2 പേരും തിരമാലയിൽ കാൽ നനച്ചു. അവർ 4 പേരും കൈകോർത്തു പിടിച്ചു അസ്തമയ സൂര്യൻ്റെ സൗന്ദര്യത്തിൽ മതിമറന്നങ്ങനെ നിന്നു. ഇനിയുള്ള കാലം തിരയാകും ജീവിതത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് ഇരു ദമ്പതികളും ജീവിച്ചു കൊള്ളുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വരും കാലങ്ങളിൽ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒന്നും ഉണ്ടാകില്ല എന്നൊന്നും ഞാൻ ഉറപ്പ് തരില്ല കേട്ടോ. ജീവിതം ആരോ എഴുതി വെച്ച തിരക്കഥ പോലെയാണല്ലോ. എത്ര പെട്ടെന്നായിരിക്കും കാര്യങ്ങളൊക്കെ മാറി മറയുന്നത്. എല്ലാ പ്രതിസന്ധികളോടും പൊരുതി ജീവിച്ച് ജയിക്കാൻ അവർക്ക് സാധിക്കട്ടെ. അവസാനിച്ചു.
കഥയുടെ തുടക്കം തൊട്ട് ദാ ഈ ഒടുക്കം വരെ എൻ്റെ കൂടെ നിന്ന എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇനിയുള്ള കഥകളും ഇതുപോലെ എഴുതാനും പറയാനൊക്കെ സാധിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും ആവശ്യമുള്ളത് കേട്ടോ. താങ്ക് യു.